ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാൻ ഒരു വീഡിയോ കിട്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ കോലം കണ്ട് ഞെട്ടരുത്. ആക്ച്വലി എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്, എന്ത് പറ്റി, നേരത്തെ പിന്നെയും വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി വീഡിയോസ് ഒന്നും കാണാറില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതിനൊരു എന്താ പറയുക, ഒരു റീസൺ ഞാൻ ആൾക്കപ്പോഴേ കൊടുത്തു, എന്നാലും ഒരു റീസൺ ഞാൻ പബ്ലിക്കലി പറയാന്ന്. കാരണം അത് പറയണമെന്ന് എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ആൻഡ് വേറൊന്നുമല്ല ഗൈസ്, ബിക്കോസ് ഓഫ് മൈ ഇൻസെക്യൂരിറ്റി. എൻ്റെ ഇൻസെക്യൂരിറ്റി കാരണമാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്തത്. ചിലവർ ചോദിക്കും നിനക്കെന്താ ഇൻസെക്യൂരിറ്റി എന്ന് ചോദിക്കും. എനിക്കും അറിയില്ലായിരുന്നു എനിക്കങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന്. അണ്ടിൽ മൈ മാരേജ്, എൻ്റെ വെഡിങ് വരെ എനിക്കും അറിയില്ലായിരുന്നു എനിക്കങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന്. ഇത് പറഞ്ഞ ആൾക്കാർ ഉണ്ടാക്കി എടുത്തതാണോന്നും എനിക്കറിയില്ല. യെസ്, എൻ്റെ വെയിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ വണ്ണം തന്നെയാണ് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ കണ്ട ഒരു പന്നിക്കുട്ടിയെ പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിങ്കും കൂടെ ആയപ്പോൾ എന്തായാലും ഞാൻ പറയാം. അതായത് എൻ്റെ കല്യാണം ആകുന്ന ടൈം വരെ എനിക്ക് ഈ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനത്തോട് ഞാൻ അങ്ങനെ എന്താ പറയുക കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെത് ആക്ച്വലി. പക്ഷെ എൻ്റെ കല്യാണ സമയം ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ പറഞ്ഞു തുടങ്ങിയത്, നിന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആള്, നിന്റെ ഫിയാൻസി ഭയങ്കര മെലിഞ്ഞിട്ടാണ്, അപ്പം നീ അതിന് മാച്ച് ആവണമെങ്കിൽ നീ വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു കോൺസ്റ്റന്റ് പ്രഷർ എൻ്റെ ഉള്ളിലോട്ടുണ്ടായിരുന്നു. ഇത് ഇവർ അറിഞ്ഞോ അറിയാതെ അതെൻ്റെ മനസ്സിലൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് വളർന്നുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ബഞ്ച് ഈറ്റിംഗ് നന്നായിട്ട് തിന്നും ഗൈസ് ഞാൻ. അപ്പം അങ്ങനെ നമുക്ക് തിന്ന് ലാസ്റ്റ് തിന്നത് കൊണ്ടാണോ എനിക്ക് വണ്ണം വെച്ചത് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ മുന്നേ തിന്നുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആയിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ എപ്പോൾ അത് സ്ട്രെസ് മൂലം കഴിക്കാൻ തുടങ്ങിയോ അപ്പം മുതൽ അതെനിക്ക് എന്താ പറയുക നെഗറ്റീവായിട്ട് എൻ്റെ ഫേസിലും ബോഡിയിലും ഒക്കെ കാണാൻ തുടങ്ങി. ആൻഡ് അത് മെയിൻ കാരണം, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഇൻസെക്യൂരിറ്റി, മൈ വെയിറ്റ് ഗെയിൻ. സെക്കൻഡ് വന്നിട്ട് എൻ്റെ സ്കിൻ. ഞാൻ ആക്ച്വലി നന്നായിട്ട് സ്കിന്നൊക്കെ കെയർ ചെയ്ത് നല്ല പൂ പോലെ ഒരു കുരുക്കളും പാടുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് എനിക്ക് കളർ എൻ്റെ വിഷയമല്ല, എനിക്കത് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഫേസ് എനിക്ക് ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹം, വിഷൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാരേജ് ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം വർക്ക് കൂടുതലായി. സ്റ്റിൽ എനിക്ക് ഇപ്പോഴും വർക്ക് ഉണ്ട്. കഴിഞ്ഞ 25th മുതൽ എനിക്ക് കണ്ടിന്യൂസ് വർക്ക് ഉണ്ട്. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് കഴിഞ്ഞ് ഇന്നലെ ഞാൻ വീടെത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഇന്ന് ഫ്രീ ആണ്, നാളെ വീണ്ടും വർക്ക് ഉണ്ട്. അപ്പോൾ വർക്ക് വരെ പോകുന്നുണ്ട്. പക്ഷെ വർക്കിൽ പോലും എനിക്ക് എന്താ പറയുക, ഒരു വീഡിയോ എടുക്കാനോ ഒന്ന് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ആക്റ്റീവ് ആവാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് എൻ്റെ മൈൻഡ് ഓക്കെ അല്ല. എൻ്റെ മൈൻഡിൽ കൂടുതലും എങ്ങനെ എൻ്റെ ഫേസിലുള്ള കുരുക്കളും പാടുകളും കുറയ്ക്കാം, അത് അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളൊരിതാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ ഇടയിൽ എൻ്റെ അലൈനർ അല്ലെങ്കിൽ റീറ്റെയിനർ എന്താ പറയുക ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ പുതിയൊരു ഇൻസെക്യൂരിറ്റിയാണ് എൻ്റെ ഫ്രണ്ട് പല്ലിൽ കുറച്ച് ഗ്യാപ്പ് വീണു. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരുമാതിരി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ തന്നെ പറയൂ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കണം. ഞാൻ ട്രൈ ചെയ്തു, ഞാൻ ഓവർകം ചെയ്ത് വരാനായിട്ട്. പക്ഷേ എപ്പോഴൊക്കെ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതെൻ്റെ മനസ്സിൽ എന്താ പറയുക ഒരു ട്രോമ പോലെയൊക്കെ അങ്ങ് ആയിപ്പോയി. അതായത് എൻ്റെ കല്യാണ ടൈമിന് ഞാൻ എന്താണോ ഞാൻ എന്താ പറയുക എൻ്റെ മനസ്സിൽ ഇവരെല്ലാവരും കൂടെ പറഞ്ഞത്, അത് എൻ്റെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡിൽ എവിടെയോ അത് കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ മൊത്തം ചിന്തിക്കുന്നത് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, എങ്ങനെ മൊത്തം പാട് കളയാം. ഈവൻ സ്റ്റിൽ ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്യാത്ത കാര്യങ്ങളില്ല ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്തു, അതിൻ്റെയൊക്കെ റിവ്യൂ എടുക്കണമെന്നുള്ള മൈൻഡിലുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്താ പറയുക മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഇടാനും പറ്റുന്നില്ല. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു ഈ 55 kg എന്താ പറയുക എന്താ പറയാ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഫേസിൽ തന്നെ പോവുക, കുറയ്ക്കുക, അതിൽ കൂട്ടാൻ പാടില്ല എന്ന്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് Jan 13th ആണ്. ഇന്നിപ്പോൾ എനിക്ക്
1 kg കൂടി ഗൈസ്. അതെ, ഞാൻ 56 kg ആയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്ട്രെസ്സായി. ഇപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു വീഡിയോ ഇതിനെപ്പറ്റി അങ്ങ് എടുത്തേക്കാം. എന്റെ മനസ്സിലുള്ള ആരോടെങ്കിലും പറയുമല്ലോ. ഓഫ്കോഴ്സ് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. ആൻഡ് ഞാൻ പറയാൻ പോകുന്നത് ഈ ബ്രൈഡ് ടു ബീസ് ഉണ്ടല്ലോ, അവരോടാണ്. നിങ്ങളെ കൂടെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ പല ടൈപ്പ് നമ്മുടെ ജീവിതത്തിൽ അന്ന് വരെയൊക്കെ കണ്ടിട്ടില്ലാത്ത പല ആൾക്കാർ വരെ വന്നിട്ട് നമ്മളെ എന്താ പറയാ അഡ്വൈസ് തരും. വണ്ണം കൂട്ടാൻ പാടില്ല, നിറം വെക്കണം, അത് കുടിക്കണം, ഇത് കുടിക്കണം, മറ്റത് കുടിക്കണം. നിങ്ങളുടെ കാര്യം നോക്കി പോവുക. ഹെൽത്ത് നന്നായിട്ടിരിക്കാൻ മാത്രം നോക്കുക. അല്ല വണ്ണം കുറച്ചാലേ നമ്മൾ ഭംഗിയുണ്ടാവും. നമ്മുടെ മാരേജിന്, നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ വെഡിങ്ങിൽ നമ്മൾ ഔട്ട് ഷൈൻ ചെയ്യാൻ ആർക്കും പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ വണ്ണം കൂടിയാലും വണ്ണം കുറഞ്ഞാലും ഒക്കെ അതൊന്നും മാറ്ററേ അല്ല. പിന്നെ ചിലരുണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ അതാണ് നോക്കുന്നത്. ഞാൻ വണ്ണം കുറച്ച് മറ്റേ സ്ലിം ബ്യൂട്ടി ആവണം എന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ മൈൻഡിലില്ല. എൻ്റെ ഹെൽത്ത് നന്നാക്കി കൊണ്ടുപോവുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഞാൻ എന്താ പറയുക പാലിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു 2026. 2026 ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ എന്താവുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു 3 കാരണം, അതായത് എൻ്റെ വെയിറ്റ്, എൻ്റെ ഫേസ്, അതായത് ഈവൻ ടാൻ ഉൾപ്പെടും അതിൽ. ടാൻ എൻ്റെ ഫേസിൽ ഒത്തിരി പാട്. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇവിടെ കുറേ കുരുണ്ട് കൈസ്. നിങ്ങൾക്ക് ഈ ഫേസ് മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റത്തെയാണ്. കുറേ കുരുക്കളും പാടുകളുമായി അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഫ്രണ്ടിലെ ഒരു കുഞ്ഞു ഗ്യാപ്പ് വന്ന് കണ്ടോ. ഇത് ഞാൻ വരുത്തി വെച്ചതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഞാൻ പതുക്കെ ശരിയാക്കി എടുക്കാമെന്ന്. ആൻഡ് കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം എന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇനി ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഈ ഫേസ് മാസ്കിന്റെ റിവ്യൂ വേണമുള്ളവർ നെക്സ്റ്റ് വീഡിയോ കാണുക കേട്ടോ.